അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്വാഭാവികമായും സാധാരണക്കാർക്കുള്ള സംശയമാണ് ഏത് മദ്ഹബിനെയാണ് പിൻപറ്റേണ്ടത്, ഏത് മദ്ഹബിൻ്റെ അനുയായി ആവണം, ഏത് മദ്ഹബിൻ്റെ അനുയായി ആയാലാണ് സ്വർഗം കിട്ടുക, സുന്നിയാവുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് മയഅ്ശു മിൻകും ബഅദി ഫസയുറാ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ഒരുപാട് ഭിന്നിപ്പുകളും തർക്കങ്ങളും ഉണ്ടാകും. ആ സന്ദർഭത്തിൽ അലൈക്കും ബിസുന്നത്തി, എൻ്റെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കുക, സുന്നത്ത ഖുലഫ റാഷിദീൻ അൽ മഹ്ദിയീൻ, ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവരുടെ ചര്യകളെ അള്ളു അലൈഹ ബിൻ നവാജിദ്, അണപ്പലുകൾ കൊണ്ട് മുറുകെ പിടിക്കുക എന്നതാണ്. അപ്പോൾ മദ്ഹബുകൾ ഏത് പിൻപറ്റണമെന്ന ചോദ്യത്തിന് ഇത്ര മാത്രമേ ഇതിൻ്റെ മറുപടിയുള്ളൂ. ഖുർആനിനോടും ഹദീസിനോടും യോജിച്ച് ഏത് വിഷയത്തിൽ ഏത് മദ്ഹബുകാർ അഭിപ്രായം പറയുന്നുവോ ആ മദ്ഹബിനെയാണ് നാം പിൻപറ്റേണ്ടത്. അതല്ലാതെ ഖുർആനെതിരായി ഹദീസിനെതിരായി ഒരു ചർച്ച ഒരു മദ്ഹബിൽ കൊണ്ടുവന്നാൽ ആ ഇമാമിനോടുള്ള ഇഷ്ടം കാരണം അത് പിൻപറ്റാൻ പാടില്ല. മറിച്ച് ഇമാമിങ്ങൾ പരിചയപ്പെടുത്തിയ നിലപാടാണ് മദ്ഹബിൻ്റെ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ടത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി നമുക്ക് ഇപ്രകാരം കാണാം: ഇദാ വജഅതും ഫീ കിതാബി ഖിലാഫ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക ചര്യക്കെതിരായി എൻ്റെ കിതാബിൽ എന്തെങ്കിലും കണ്ടാൽ ഫഖൂലു ബി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ നിങ്ങൾ സ്വീകരിക്കുകയും വദഉ മാ ഖുൽതു, ഞാൻ പറഞ്ഞത് ഒഴിവാക്കുകയും ചെയ്യണമെന്നാണ്. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ലാ യഹില്ലു ലി അഹദിൻ, ഒരാൾക്കും അനുവദനീയമല്ല, അയഖുദ ബിഖൗലിനാ മാ ലം യഅലം മിൻ ഐന അഖദനാഹു, നാം എവിടെ നിന്നാണ് സ്വീകരിച്ചതെന്നറിയാതെ അന്ധമായി നമ്മുടെ വാക്കുകൾ പിൻപറ്റൽ ഒരാളും ചെയ്യരുത് എന്ന് ഇമാം അബൂ ഹനീഫ പറഞ്ഞതായി കാണാം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇന്നമാന ബഷർ ഉഖ്തി വ ഉസീബു, തെറ്റും ശരിയും സംഭവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. ഫളുറു ഫി റഅയി, എൻ്റെ അഭിപ്രായം നിങ്ങൾ നോക്കണം, അന്ധമായി പിൻപറ്റരുത്. ഫകുല്ലു മാ വഫഖൽ കിതാബ് വസുന്ന ഫഖുദൂഹു, ഖുർആനോടും സുന്നത്തിനോടും യോജിക്കുന്ന നിങ്ങൾ സ്വീകരിക്കുക. വകുല്ലു മാ ലം യുവാഫിഖിൽ കിതാബ വസുന്നത ഫത്റുകൂഹു, ഖുർആനോടും ഹദീസിനോടും യോജിക്കാത്തത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ലാ തുഖല്ലിദ്നി, നിങ്ങൾ എന്നെ തഖ്ലീദ് ചെയ്യരുത്. വലാ തുഖല്ലിദ് മാലിക്കൻ വലാ ഷാഫിഇയ്യൻ വലാ ഔസാഇയ്യൻ വലാ സൗരിയൻ, സൗരിയെയോ ഔസാഇ ഇമാമിനെയോ മാലിക് ഇമാമിനെയോ ഷാഫി ഇമാമിനെയോ ആരെയും തഖ്ലീദ് ചെയ്യരുത്. വഖുദു മിൻ ഹൈസു അഖദു, അവർ സ്വീകരിച്ച നിലപാട് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അവർ സ്വീകരിച്ചത് നിങ്ങളും സ്വീകരിക്കുക എന്നാണ്. അപ്പോൾ മദ്ഹബ് ഏത് പിൻപറ്റണമെന്ന ചോദ്യത്തിൻ്റെ മറുപടി ഇതാണ്: ഖുർആനിനും ഹദീസിനും അടിസ്ഥാനപ്പെടുത്തി ആര് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ആ മദ്ഹബാണ് നാം സ്വീകരിക്കേണ്ടത്. എല്ലാ മദ്ഹബിലും സ്വീകരിക്കാവുന്നതുണ്ട്, ഒഴിവാക്കേണ്ടതുണ്ട്. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസിനും എതിരായി ഒരു നിലപാട് കണ്ടാൽ എത്ര വലിയ ഇമാമാണെങ്കിലും അത് ഒഴിവാക്കുക, അല്ലാത്ത സ്വീകരിക്കുക. ഇതാണ് ഈ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.